താൻ ചെയ്യുന്ന ഭരണ നേട്ടങ്ങൾ, തൻ്റെ മികച്ച ഭരണം, അപ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള ഒരു വോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ടുള്ള ഒരു വക്കീലുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴാണ് ഒരു എലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു എലക്ഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ LDF 110 സീറ്റ് നേടി അധികാരത്തിൽ. ഇതൊരു 1-2 മാസം വരെ ഈ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തമ്മിലടി അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഭരണം എങ്ങനെ മുമ്പോട്ട് പോകും? ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടെയൊക്കെ ഒരു പക്വത കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തും. അദ്ദേഹം പ്രളയത്തിലും കോവിഡിലും ഒക്കെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ചത് മലയാളിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോഴത്തേക്ക് അവർ അറിയാതെയെങ്കിലും അവരുടെ മനസ്സിൽ നിന്നൊരു വിതുമ്പലുണ്ടാവും. ആ വിതുമ്പലിൽ നിന്ന് അവർ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും സഖാവ് വിജയേട്ടൻ എന്ന് തന്നെ. നമസ്കാരം സാർ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ആയിട്ടില്ല. നമ്മളിത് എടുക്കുമ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മറ്റൊരു പിണറായി വിജയനെ നമ്മൾ കണ്ടിരുന്നു. മുഖ്യമന്ത്രി അല്ലാത്ത CPM നേതാവായ ഒരു പിണറായി വിജയനെ. ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെ വിമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ആളുടെ സ്വഭാവ സവിശേഷതകളായിരുന്നു. ആ ഗൗരവത്തോടെയുള്ള നോട്ടം, ഓരോ കാര്യങ്ങളും ഇഴകേറി പരിശോധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് CPM നേതാവായ പിണറായി വിജയനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, മുഖ്യമന്ത്രിയല്ല. അപ്പോൾ കേരളത്തിന് ഇപ്പോഴും അധികാരം തുടങ്ങിയിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയായിട്ടും ഒരു മുഖ്യമന്ത്രി ആയിട്ടില്ല. ഈ സമയം ജനങ്ങളുടെ മനസ്സിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ജനങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഈ പിണറായി വിജയൻ എന്നാണ് ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് മാറ്റിയിട്ട് സഖാവ് വിജയേട്ടൻ എന്ന് വിളിച്ചു തുടങ്ങും. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ് ഇവിടെ പ്രകടിപ്പിച്ചിരുന്നത് എന്നൊക്കെ പലരും പറയും. പക്ഷെ അത് ധാർഷ്ട്യമായിരുന്നില്ല, അതൊരു കോൺഫിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് തന്നെ അധ്വാന വർഗത്തിന് വേണ്ടിയിട്ടാണ്. അധ്വാന വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അധ്വാന വർഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്, വർഗസമരങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് തുടർച്ചയായി ലഭിച്ച വിജയങ്ങൾ, ആ വിജയങ്ങളൊക്കെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല രീതിയിൽ ക്ഷേമ പദ്ധതികൾ അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മലയാളിയെ ചേർത്ത് പിടിക്കുന്നു, അവനൊരു പ്രശ്നം വരാത്ത രീതിയിൽ അവനെ സംരക്ഷിച്ച് നിർത്തുന്നു. പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള വയനാട് ഉരുൾപൊട്ടലാണെങ്കിലും എല്ലായിടത്തും സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ, ആ ഒരു സർക്കാരിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു പിണറായി വിജയന് എന്നും ഉണ്ടായിരുന്നത്. പിണറായി വിജയനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സഖാവ് വിജയേട്ടൻ എന്ന് തന്നെ ഉപയോഗിക്കാം, അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ആളുകളെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പ്രാവശ്യം തുടർച്ചയായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു വിജയം, ആ വിജയത്തിൽ ഒരു പറ്റം ആളുകൾ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതിദാരിദ്ര്യം തുടച്ചു നീക്കുക, ഇങ്ങനെയുള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുമ്പോഴും അദ്ദേഹം അവരെയൊക്കെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമോ കാര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കണ്ടു. വളരെ സ്മൈലിങ്ങോടുകൂടി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ച് AKG സെൻറ്ററിൽ നിന്ന് വന്നിട്ടുള്ള AKG സെൻറ്ററിൻ്റെ ഇനോവ വണ്ടിയിൽ കയറി പോകുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ A റഹീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ എത്തിയിരിക്കുന്നു. അവരെല്ലാം കൈവീശി കാണിച്ച് സന്തോഷവാനായിട്ട് അദ്ദേഹം പോകുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഡൽഹിയിലെത്തുമ്പോഴും പത്രമാധ്യമ പ്രവർത്തകരോട് വളരെ ലളിതമായുള്ളൊരു ചിരിയിൽ, ആ ചിരിയിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണോ പോരാടിയത്,
അതായത് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി അവൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ. ഇപ്പം നമുക്കറിയാം ഈ പെൻഷൻ പദ്ധതി, വാർദ്ധക്യ പെൻഷൻ എത്ര പേർക്കാണ് ലഭിക്കുന്നത്? ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് വലുതാണ്. അദ്ദേഹം അപ്പോൾ കരുതുന്നത് എന്താണ്? താൻ ചെയ്യുന്ന ഭരണ നേട്ടങ്ങൾ, തൻ്റെ മികച്ച ഭരണം, അപ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള ഒരു വോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നോ എന്ന് പോലുമുള്ള ഒരു വിഷമത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടാവാം. നമ്മളിതിനെ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുക. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ചിരിക്കാനായിട്ടുള്ള അവസരമാണ്. എത്ര വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിലും അതിനുശേഷം ഇന്നലെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്ക് എത്തുന്ന സമയത്തും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതായത് ഒരു സിംഹ ഗർവോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നടപ്പ് പലപ്പോഴും നമ്മളൊന്ന് നോക്കുക. അദ്ദേഹം ആ പൊളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന അവിടുത്തെ വിഷ്വൽസ് ഒക്കെ പുറത്തേക്ക് വരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു എടുപ്പ്, ഗൗരവം, അത് ആരെയും, ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും അല്ലെങ്കിൽ ഏതൊരു LDF അനുഭാവിക്കും ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാനൊന്ന് പറയട്ടെ, കാരണം LDF വളരെ മാന്യമായിട്ട് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില വീഴ്ചകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം. ഇപ്പോൾ ആശമാരുടെ സമരത്തിൽ ഉൾപ്പെടെ എടുത്ത ചില തീരുമാനങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ ചില വീഴ്ചകൾ, ഇതൊക്കെ തിരിച്ചടിയാകുമ്പോഴും അപ്പുറത്ത് ഒരുപാട് നേട്ടങ്ങൾ എടുത്തു പറയാനുള്ള ഒരു സർക്കാരാണിത്. വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് നേട്ടങ്ങൾ എടുത്തു പറയാനുള്ള ഒരു സർക്കാരാണിത്. ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനലിൽ നടന്നൊരു ചർച്ച, അതിനകത്ത് സ്മൃതി പരുത്തിക്കാടാണ് അതിനകത്തെ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഷാഫി ചാലിയും പറയുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ UDF പ്രഖ്യാപിക്കാത്തത്, കോൺഗ്രസ് പ്രഖ്യാപിക്കാത്തത് കാരണം തലയിൽ മുണ്ടിടാതെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിവാഹത്തിന് ചെല്ലാൻ വേണ്ടി സാധിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്നത് എന്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജിൻഡോയാണ് സൈഡിലിരുന്നത്. അപ്പോൾ ജിൻഡോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ജിൻഡോ ഒക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, ഈ കടുവയ്ക്ക് പനി പിടിച്ച പോലെ. ഈ കടുവയ്ക്ക് പനി പിടിച്ച പോലെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പദപ്രയോഗമാണ്. അതിനുശേഷം ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പം മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ ഓരോ ദിവസവും കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുവരുന്ന സമയത്ത് വലിയ പ്രശ്നത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ മാറ്റം ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് ഒരു മനുഷ്യനും കരുതിയിട്ടില്ല. ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ടുള്ള ഒരു വക്കീലുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴാണ് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ LDF 110 സീറ്റ് നേടി അധികാരത്തിൽ വരും. LDF 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇത് ഡാറ്റകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഏകദേശം 36 സീറ്റുകളിൽ LDF പരാജയപ്പെട്ടിരിക്കുന്നത് 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് മാത്രമാണ്. 36 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ 2 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 ബൂത്തുകളിൽ 20 വോട്ടുകൾ വെച്ച് LDFന് മാറ്റി ചെയ്യിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ LDFന് എതിരായിട്ട് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ LDF തന്നെ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു MLAക്ക് ആഘോഷ പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? നന്ദി പറയാൻ വേണ്ടിയിട്ട് മലബാർ മേഖലയിലെ പല MLAമാർക്കും പോകാൻ സാധിക്കുന്നില്ല. കാരണം അതിനകത്തൊക്കെ മറ്റ് ചില വലിയ അജണ്ടകളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ഈ മുഖ്യമന്ത്രി പ്രശ്നത്തെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയതിന് പിന്നിലുള്ള വർഗീയ ശക്തികളെ വരും നാളുകളിൽ കേരളത്തിൻ്റെ മതേതര മനസ്സ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു തരത്തിലും നമുക്ക് വെച്ചുപുറപ്പിക്കാനും സാധിക്കാത്ത കച്ചവട താല്പര്യങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ കാണുമ്പോൾ ഇത് CPMൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ? ഒന്നാലോചിച്ച് നോക്കിക്കേ, ഇതേ രീതിയിലാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ട സമയത്ത് ഇതേ രീതിയിലാണെങ്കിൽ ഇനി മന്ത്രിമാരുടെ തീരുമാനിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇപ്പം മന്ത്രിമാരെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് വിചാരിച്ചു, വകുപ്പുകൾ വിഭജിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഘടകകക്ഷികൾക്ക് ഇപ്പോൾ എത്ര മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയായിട്ടില്ല. ഏത് വകുപ്പുകളൊക്കെ ഘടകകക്ഷിക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയായിട്ടില്ല. ആകെപ്പാടെ ധാരണയായിട്ടുള്ളത് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കൊടുക്കും.
എന്നുള്ള കാര്യത്തിൽ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. മറ്റൊരു കാര്യത്തിലും ഇതൊരു 1-2 മാസം വരെ ഈ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തമ്മിലടി, അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഭരണം എങ്ങനെ മുമ്പോട്ട് പോകും ആലോചിക്കേണ്ടേ? അതിനിടയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 കാലഘട്ടത്തിലൊക്കെ സംഭവിച്ച പോലെ ഈ കോൺഗ്രസിനകത്ത് ഇനിയൊരു സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നത്തെ പോലെയല്ല. അന്ന് കോൺഗ്രസ് കേന്ദ്രത്തിൽ ശക്തമായിരുന്നു. പക്ഷെ ഇന്ന് കേന്ദ്രത്തിൽ ശക്തമായിട്ട് നിൽക്കുന്ന BJP ആണ്. കോടികൾ, 100 കോടിയോ 1000 കോടിയോ ഒന്നും BJPയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. 10-30 MLA-മാരെ അടർത്തിയെടുത്ത് ഈ മിനിസ്ട്രിയെ താഴത്തേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കോൺഗ്രസ് തന്നെ ചിലപ്പോൾ ഇല്ലാതാവും. കോൺഗ്രസ് തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടെയൊക്കെ ഒരു പക്വത കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതൊക്കെയായാലും കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന നാടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിട്ട് വലിയ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഞാൻ പറഞ്ഞത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ എത്രയോ പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അവരുടെ കേസുകളുമായി ബന്ധപ്പെട്ട് അതൊന്ന് വിഡ്രോ ചെയ്തതിന് ശേഷം ഇവർ തമ്മിലടിച്ചാലും പ്രശ്നമില്ല എന്നാണ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായാലും പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് പിണറായി വിജയനായിരുന്നു ശരി എന്ന് വ്യക്തമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തും. അദ്ദേഹം പ്രളയത്തിലും കോവിഡിലും ഒക്കെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ചത് മലയാളിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോഴത്തേക്ക് അവർ അറിയാതെയെങ്കിലും അവരുടെ മനസ്സിൽ നിന്നൊരു വിതുമ്പലുണ്ടാവും. ആ വിതുമ്പലിൽ നിന്ന് അവർ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും സഖാവ് വിജയേട്ടൻ എന്ന് തന്നെ. അതിന് അധിക നാൾ വേണ്ട, ഇപ്പോൾ തന്നെ പല ആളുകളും സഖാവ് വിജയേട്ടൻ എന്ന്, അത് പിണറായി വിജയനിൽ നിന്നും സഖാവ് വിജയേട്ടൻ ഞങ്ങളുടെ സ്വന്തം, അതായത് വിജയേട്ടൻ എന്നൊക്കെയുള്ള ഒരു വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് വളരെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിളികൾ കൊണ്ട് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നയാൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് തന്നെ ഇവിടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.